ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. എന്റെ തലയിൽ തന്നെയാണ് കൊണ്ടുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പോയിട്ടില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറെ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. 2016 ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാൻ കണ്ണാപ്പികൾ നിങ്ങൾക്കൊരു തടസ്സമായിരുന്നെങ്കിൽ 10 വർഷത്തിന് ഇപ്പുറം 2026 ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാൻ രേണുസുതി നിങ്ങൾക്കൊരു തടസ്സമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ ഞാനും ഉണ്ട്. എന്റെ പൊന്നെ, സഹിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെ അത്. ഇപ്പൊ മലയാള ജനതയെ മൊത്തം അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണാസുന. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ പിന്നെ മെനഞ്ഞാന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഉണ്ടായിരുന്നു രേണു ചേച്ചി അടിക്കുന്ന വെള്ളത്തിന്റെ ബ്രാൻഡ് എന്നും പറഞ്ഞ്. ഒന്ന് നോക്കിക്കോണേ, ഭൂരിഭാഗം ആൾക്കാരും ചേച്ചി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ചേച്ചി അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കും, അത് ഇതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ആൾക്കാർ ചേച്ചിയെ പറ്റി നല്ലത് പറഞ്ഞു, കുറെ ആൾക്കാർ ചേച്ചിയെ കളിയാക്കി അങ്ങനെ അണയ്ക്കാനൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ചേച്ചിയെ നല്ലത് പറഞ്ഞവരെ കൊണ്ട് ചേച്ചി ഇപ്പോൾ മാറ്റി എഴുതിപ്പിച്ച് ചേച്ചി അടിക്കുന്ന വെള്ളത്തിന്റെ ബ്രാൻഡാ പറയിപ്പിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ലേ, പ്രശസ്ത GKQ രേണുസുതി പറഞ്ഞതാ. കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി. മന്ത്രിമാരുടെ പേരൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്തൊരു പരാജയമായത്. ഈ രാഷ്ട്രീയം ഒന്നും എനിക്ക് അറിയില്ല. രാജീവാണ് കേരളത്തിൽ. മന്ത്രിമാരുടെ പേരൊന്നും ചോദിച്ച ചേച്ചിക്ക് അറിഞ്ഞൂടാ. വൈകിട്ട് അടിക്കുന്ന വെള്ളത്തിന്റെ ഒരു 10 ബ്രാൻഡ് പറയാൻ പറഞ്ഞാൽ ചേച്ചി എണ്ണി പറയും. ചോദ്യം കൂടി കൊണ്ട് അവസാനിപ്പിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേരെന്താ? ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അറിയത്തില്ലേ? ഇന്ത്യക്കാരിയാണോ? ആരാ ഇന്ത്യയുടെ രാഷ്ട്രപതി? 6 വയസ്സുള്ള കൊച്ചു കൊഞ്ഞിനോട് ചോദിക്കുന്നത് ആരാണ്? അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇത് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ജീവനോട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്തിരുന്ന പോലീസുകാരുടെ തോക്കെടുത്ത് ചേച്ചിയെ കീച്ചേനെ. അല്ലെ, വിവരക്കേട് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നെങ്കിൽ ചേച്ചി ചാടിക്കേറി ഉത്തരം പറഞ്ഞു. ഒറ്റ മന്ത്രിമാരുടെ പേര് അറിഞ്ഞിട്ട് അടുത്തിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു പറയും ഒരു 10 മന്ത്രിമാരുടെ പേര്. രേണുസുതി വീണ്ടും ഗർഭിണി. രേണുസുതി വീണ്ടും ഗർഭിണി. അപ്പം പുതിയതായിട്ട് ഇനിയും റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു തമ്പനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ വെക്കണം കേട്ടോ, എന്നാലും ആൾക്കാർ കയറി കാണത്തുള്ളൂ. വയനാടിന്റെ ഫോട്ടോ വെച്ചോളൂ, അപ്പൊ ആൾക്കാർ ഇങ്ങനെ പടപടാന്ന് കണ്ട് വ്യൂസ് കൂടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ എന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുക, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക, സന്തോഷം. പിന്നെ നല്ല ബുദ്ധിയായി ഇപ്പോൾ ചേച്ചിക്ക് നല്ല ബിസിനസ് മൈൻഡ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഈ ഒറ്റ കാര്യത്തിൽ കൂടെ മനസ്സിലായി. ചേച്ചിയുടെ ഒരു 100% ബിസിനസ് മൈൻഡിൽ നിന്ന് 10% നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കുക, കാണികളെ എല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ചേച്ചിയും കാശ് ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നത്. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക്, റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവർക്ക് ചേച്ചി കണ്ടന്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചേച്ചി കാണിച്ചിരുന്ന വീഡിയോസ് എല്ലാം അവർക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് ചിലപ്പോൾ നല്ലതും കാണും. ഒരാൾ സ്വന്തമായിട്ട് നാണം കെടത്തില്ല. അവരെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങൾ വരുമ്പോൾ അത് ആൾക്കാരുടെ അടുത്ത് റോസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ ആക്കിയിട്ട് അവരെ നാണം കെടുത്തുന്നത്. ഇത് സ്വന്തമായിട്ട് പറഞ്ഞങ്ങ് നാണം കെട്ടുണ്ടെങ്കിൽ നടക്കുമോ? അതുപോലെ നിങ്ങൾ ഞാൻ UK പോകുമ്പോൾ ദയവ് ചെയ്ത് കമലിനെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സങ്കല്പികം മാത്രമാണ്. അങ്ങനെ ഒരാളില്ല, ഇപ്പോഴേ പറഞ്ഞിട്ട് അങ്ങനെ ഒരാളില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. എവിടെയും ഇരുന്നോട്ടെ പാവം, അതിന് എന്തിനാ കുത്തുന്നു. രേണു ചേച്ചി UK പോകുന്നോ? എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒന്നും വിശ്വസിക്കത്തില്ല. ചിലപ്പോൾ അത് റീച്ചിന് വേണ്ടി ചേച്ചി പറഞ്ഞുണ്ടാക്കി ഇടുന്നതായിരിക്കും. പക്ഷെ അതൊന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾ ഞാൻ UK പോകുമ്പോൾ ദയവ് ചെയ്ത് കമലിനെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സങ്കല്പികം മാത്രമാണ്. കണ്ടോ, അവര് മനസ്സാവാച പോലും വിചാരിക്കാത്ത സംഭവങ്ങളെ രേണു ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് അവർ വീഡിയോ ആയിട്ടിട്ട് അത് ഇച്ചിരി വൈറലായിട്ട് ചേച്ചിയുടെ ഈ സംഭവമൊക്കെ പുറത്ത് വരുമ്പോൾ ചേച്ചി അറിയാം ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ ഉണ്ടാക്കിയാൽ കിട്ടുകയാണ്. നമുക്കൊന്നും തീർത്തു പറയാൻ ഒക്കത്തില്ല. ചിലപ്പോൾ അത് ചേച്ചിയുടെ ബിസിനസ് മൈൻഡ് ആയിരിക്കും. ബിഗ് ബോസിൽ പോകാനുള്ള പാസ്പോർട്ട് സംഭവങ്ങളും എല്ലാം റെഡി ആയിട്ടും ചേച്ചി പറഞ്ഞാൽ ബിഗ് ബോസുകാർ വിളിച്ചിട്ടില്ലെന്ന്. അതും പറഞ്ഞ് ബിഗ് ബോസിൽ പോയി ഫസ്റ്റ് തീയതി എവിക്ഷനി വന്നു കഴിഞ്ഞ് ചേച്ചി ആണെങ്കിൽ പുറത്തുനിന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടാ പോയി എനിക്ക് വോട്ട് തരണമെന്നും പറഞ്ഞത്. അതെല്ലാം ചേച്ചിയുടെ ഒരു ബിസിനസ് മൈൻഡാണ്. നമ്മൾ ആ ഒരു മൈൻഡിലേ കാണാവൂ അത്. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ചേച്ചി അംഗീകരിക്കാൻ. കാരണം ചേച്ചി മേക്കപ്പ് കൈ കൊണ്ട് തൊടത്തില്ല. ഫോണിൽ ഇച്ചിരി ഫിൽറ്ററൊക്കെ ഓണാക്കി ഇട്ടാലും ചേച്ചി മേക്കപ്പ് കൈ കൊണ്ട് തൊടത്തില്ല. ഞാൻ പറഞ്ഞ കറക്റ്റില്ലേ, ചേച്ചി മേക്കപ്പ് കൈ കൊണ്ട് പോലും തൊട്ടിട്ടില്ല. എല്ലാം കൂടെ വാരി മുഖത്ത് കുത്തിയേക്കും. ഇതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ആ മൈദ മുഖത്ത് കുത്തി ചേച്ചി തന്നെയായിരുന്നു. എന്തുകൂടെ കണ്ണിന്റെ വെളി പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നു.
പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം രേണു ചേച്ചിയുടെ വീടാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത്. അതായത് രേണു ചേച്ചിക്ക് ഇപ്പോൾ വീട് വെച്ച് കൊടുത്ത് എൻ്റെ വീഡിയോ ആണെന്ന് പകുതിയൊക്കെ അറിയായിരിക്കും. രേണു ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തത് ബിഷപ്പും അങ്ങനെ കുറേ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നത്. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അതിൽ കൊടുത്തത് ബിഷപ്പായിരുന്നു. വീട് എന്ന് വെച്ച് കൊടുത്ത് അന്നോട്ട് പുള്ളിക്കാരൻ്റെ സമാധാനം പോയത്. കാരണം അന്നോട്ട് ചേച്ചി ഓരോ കുറ്റങ്ങൾ വീടിനെ കണ്ടുപിടിക്കുക, സോഷ്യൽ മീഡിയയിലും മറ്റേ മീഡിയക്കാരെയൊക്കെ വിളിച്ചങ്ങ് പറയൂ. സത്യം പറഞ്ഞാൽ വീട് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞ് വലിയ ലക്ഷങ്ങളൊന്നും പുള്ളിക്കാരൻ അക്കൗണ്ടിൽ ഒന്നും അറിയാനും പോകുന്നില്ല, വലിയ നന്മയും സംഭവങ്ങളൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതിപ്പോൾ സംഭവിച്ചെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ലക്ഷങ്ങൾ മുടക്കി ഒരു വീടും പുള്ളിക്കാരിക്ക് വെച്ച് കൊടുത്ത് പുള്ളിക്കാരുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കുകയും വേണം. ഇതൊക്കെ കണ്ടോട്ട് പുള്ളിക്കാരുടെ മോനായിട്ടുള്ള കിച്ചു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയുണ്ടായി, എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്ന കംഫർട്ട്, അതുകൊണ്ടാണ് ഇപ്പോഴും ആ കൊല്ലത്ത് തന്നെ നിൽക്കുന്നതെന്ന്. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. കണ്ടോ, ഈ കിച്ചു എന്ന് പറയുന്ന പുള്ളിക്കാരനുള്ള പകുതി ബുദ്ധി പോലും ആ ചേച്ചി അവിടെ കാണിക്കുന്നില്ല. നമുക്കൊരു ലക്ഷങ്ങളുടെ സാധനം ഫ്രീ ആയിട്ട് തരുമ്പോൾ നമ്മൾ അതിന് നന്ദി പറയണ്ട, അല്ല നന്ദികേടല്ല അവിടെ കാണിക്കണ്ടേ. അവർ ലക്ഷങ്ങൾ മുടക്കിയ ചേച്ചിക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെയും കാശ് കളയാനവർക്ക് പ്രാന്തൊന്നുമില്ല. പുള്ളിക്കാരിക്ക് വീട് വെച്ച് കൊടുത്ത രണ്ടാമത്തെ ആളാണ് ഫിറോസിക്ക. ഫിറോസിക്കയുടെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. പിന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ കിച്ചുനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിൻ്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പറ, ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തോഷമാണ്, അല്ലെങ്കിൽ അതിന് എൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ എന്നെ പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക അർഹതയുള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിൻ്റെ അനിയനാണ് ഞങ്ങൾ വീട് വന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നത്, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെയുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു പാട്ടായിട്ട്. അപ്പോൾ എൻ്റെ സ്ട്രക്ചർ വരായിരുന്നു. പക്ഷേ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പിന്നീട് പോയിട്ടില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. പക്ഷേ റീസെൻ്റ്ലി 2 days ബിഫോർ ആണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ കിച്ചുവാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റ് തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിൻ്റെ അനിയനാണ്. അവർ രണ്ടുപേരും അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറേ പുള്ളിക്കാരൻ ആ വോയിസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിച്ചുവിന് എന്തോ ആവശ്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കും. കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ്റെനൻസോ എന്തോ ആണെങ്കിലും ചെയ്തു കൊടുക്കുക. ഇത്രയും ഡയലോഗ് വിടാൻ വേണ്ടി രേണു ചേച്ചി പിന്നെ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഒരു ഉളുപ്പില്ലാതെ അതിനെ തന്നെ കയറി കിടക്കുകയും വേണം. ചേച്ചിയുടെ കുറ്റവും അങ്ങനെ കേൾക്കണം. എന്തൊരു അവസ്ഥയാണ്. ചേച്ചിക്ക് ആ വീടിന് ഒരു വിലയില്ലെങ്കിൽ ചേച്ചി ആ വീട് തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോകണം. അല്ലാതെ അതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെ. ഈ ഒരു സംഭവം നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം കുറേ റീൽസ് ഒക്കെ ഇട്ട് റിയാക്ട് ചെയ്ത്. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം എല്ലാവരുടെയും ഒരേ കൂട്ട് തന്നെയുള്ള അഭിപ്രായം തന്നെ ആണെന്ന് തോന്നുന്നു.